ഐ വില്ലും ഐ എം ഗോയിങ് ടു തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ അവനെ തിരിച്ചു വിളിച്ചോളാം. ഞാൻ അവനെ തിരിച്ചു വിളിക്കാൻ പോകുകയാണ്. ഐ വില്ലും ഐ എം ഗോയിങ് ടു നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. അതായത് നമ്മളൊരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്, അടുത്തത് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല ഫ്യൂച്ചറിൽ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഐ വിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഐ എം ഗോയിങ് ടു ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു. ഇനി അതിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്, പോവുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഐ എം ഗോയിങ് ടു യൂസ് ചെയ്യാം. കുറച്ചുകൂടി ക്ലാരിറ്റി വെച്ച് പറയാം. ഞാൻ അവനെ തിരിച്ചു വിളിച്ചോളാം. അപ്പൊ നമുക്കൊരു ഫോൺ വന്നു, നമ്മൾ പുറത്തായിരിക്കുമ്പോൾ നമുക്കൊരു കോൾ വന്നു. അപ്പൊ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരാൾ പറയാണ് നിനക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയാണ് ആണോ, ഞാൻ തിരിച്ചു വിളിക്കാം, ഞാൻ തിരിച്ചു വിളിച്ചോളാം. അപ്പൊ നമ്മൾ അപ്പോഴാണ് ആ കാര്യം അറിയുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യമാണ് ഞാൻ അവനെ തിരിച്ചു വിളിച്ചോളാം എന്ന്. അതെങ്ങനെ പറയും? സിമ്പിൾ ആണ്, നമുക്കറിയാം അല്ലേ. ഐ വിൽ കോൾ അല്ലെങ്കിൽ ഫോൺ ഹിം ബാക്ക്. ഞാൻ അവനെ തിരിച്ചു വിളിച്ചോളാം. ഇനി ഞാൻ അവനെ തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് കോള് വന്ന കാര്യം നമ്മളോട് വേറൊരാൾ പറഞ്ഞു, നമുക്കത് അറിയാം, അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ എന്താ അവനെ വിളിക്കാൻ പോവുകയാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ തീരുമാനിച്ചു ആളെ വിളിക്കാൻ പോകുന്നത്. അപ്പൊ തീരുമാനിച്ച ആ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഐ എം ഗോയിങ് ടു എന്ന് പറയുന്നത്. ഞാൻ അവനെ തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു കോൾ ഹിം. നമുക്കിനി വേറെ രണ്ട് എക്സാമ്പിൾസ് കൂടി നോക്കിയാലോ. അവളെ പോയി ഞാൻ കണ്ടോളാം. ഞാൻ അവളെ നാളെ കാണാൻ പോവുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആദ്യം പറഞ്ഞ പോലെ അവളെ പോയി ഞാൻ കണ്ടോളാം, അതിലെന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾ ഹോസ്പിറ്റലാണെന്ന് നമ്മളോട് ഒരാൾ പറയാണ്. അപ്പോഴാണ് നമ്മൾ ആ കാര്യം അറിയുന്നത്. അപ്പൊ നമ്മൾ പറയും ഓ അങ്ങനെയാണല്ലേ, അപ്പൊ ഞാൻ നാളെ പോയി കണ്ടോളാം, അല്ലെങ്കിൽ നാളെ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി കാണും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അവളെ നാളെ കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ആ അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ തീരുമാനിച്ചു നാളെ ആളെ പോയി കാണണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഐ എം ഗോയിങ് ടു എന്ന് പറയണം. അതാണ് രണ്ട് സിറ്റുവേഷൻസിലും വ്യത്യാസം വരുന്നത്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എങ്ങനെ വരും? അവളെ പോയി ഞാൻ കണ്ടോളാം. ഐ വിൽ ഗോ ആൻഡ് വിസിറ്റ് ഹർ. ഐ വിൽ ഗോ ആൻഡ് വിസിറ്റ് ഹർ. ഇനി രണ്ടാമത്തെ, ഞാൻ അവളെ നാളെ കാണാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു വിസിറ്റ് her tomorrow. Thank you.